ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഹോൾ വീഡിയോ വന്നിട്ട് മീഷോ ഹോൾ വീഡിയോ ആണ്. മീഷോന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് റാൻഡം ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ സ്റ്റൈലിംഗ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് മുന്നേ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഒരുപാട് പ്രൊഡക്ട്സ് ആ വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഈ ഒരു മൾട്ടി കളർഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ലൊരു ബ്രൈറ്റ് പിങ്ക് കളറൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ബ്രൈറ്റ് ആട്ടോ. ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്, നല്ല ഭംഗിയാണ്. ഞാൻ ഇത് സ്റ്റൈൽ ചെയ്തത് ഒരു ഡാർക്ക് ബ്ലൂ ജീൻസിൻ്റെ കൂടെ, അതും മീഷോ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല. അതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 400 സംതിങ്ങിനാണ്. ആ ഒരു പ്രൈസിന് നല്ല വേർത്താണ്. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ അല്ല, കുറച്ച് കോട്ടൺ അതുപോലെ തന്നെ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ, പക്ഷേ എങ്കിലും കംഫർട്ടബിൾ ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു ബ്രൈറ്റ് കളറിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷർട്ട് വന്നിട്ട് ഇതാ ഇതുപോലെയാണ്. ബട്ടൺസ് ഒക്കെ നല്ല വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഷർട്ടിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഇതാ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL റെഗുലർ ഫിറ്റിൽ വരുന്ന കേട്ടോ. അത് റെഗുലർ ഫിറ്റിൽ വരുന്നൊരു ഷർട്ടാണ്. അപ്പോൾ XXL ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് 2 സൈസ് അപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ലൊരു റിലാക്സ്ഡ് ഫിറ്റിലാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ ഇതാ ഈ ഒരു നല്ലൊരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വേർത്ത് ആയിരിക്കും കേട്ടോ. 400 സംതിങ് അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് നല്ല ക്വാളിറ്റിയിലൊക്കെ വന്നിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു ബ്രൈറ്റ് പിങ്ക് കളറിലൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മൾട്ടി കളർഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നതും ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാട്ടോ. ഇത് വന്നിട്ട് ഒരു ചെക്കഡ് ആയിട്ടുള്ള ഷർട്ടാണ്, ഒരു ചെക്ക് ഷർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെക്ക് ഷർട്ട് ട്രൈ ചെയ്യുന്നത് കുറച്ച് കുറവാണ്. ഞാൻ അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ളത് ഈ സ്ട്രൈപ്ഡ് ആയിട്ടുള്ളത്, പ്ലെയിന്, മൾട്ടി ഫ്ലോറൽ ടൈപ്പ്, അങ്ങനത്തെയൊക്കെയാണ്. ഇങ്ങനത്തെ ടൈപ്സ് ഞാൻ ട്രൈ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടില്ല കേട്ടോ. ഇത് കുറച്ചൊരു നമ്മൾ ഈ ഒരു വിൻ്റർ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ, പക്ഷെ അത്ര തിക്കായിട്ടുള്ളതൊന്നുമല്ല കേട്ടോ. നമുക്കിപ്പോഴും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വിൻ്റർ ടൈമിൽ നമുക്ക് ഉപയോഗിക്കാം. ഭയങ്കര തിക്കായിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ അല്ല. ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്, നമ്മൾ വിൻ്റർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളർ, അതുപോലെ തന്നെ ഈ ഒരു ചെക്ക് ഒക്കെ നമ്മളെപ്പോഴും അങ്ങനെ ട്രെൻഡ് ഔട്ട് ആവാത്ത ഒന്നാട്ടോ. ഈ ചെക്ക് സ്ട്രൈപ്പൊക്കെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് വന്നിട്ട് ഇതാ ഇതുപോലെയാണ്. ഇത്രേ ബട്ടൺസ് വരുന്നുള്ളൂ. ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ടാട്ടോ കിടക്കുന്നത്. ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു റെഡ് കളറിലാട്ടോ വന്നിട്ടുള്ളത് ബട്ടൺസ്. സ്ലീവ്സ് വന്നിട്ട് ഇതാ ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ചെക്കഡ് ആയിട്ടുള്ള ഷർട്ടാണ്. അപ്പം ഇതും 2XL ഞാൻ എടുത്തിട്ടുള്ളത്. 2XL ആണ് ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത്. റെഗുലർ ഫിറ്റിലാണ് കേട്ടോ തോന്നുന്നു. ഇതിന് സൈസ് വരുന്നത് റെഗുലർ ഫിറ്റിലാണ്. അപ്പോൾ ഞാൻ 2 സൈസ് അപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും സൈസ് എടുക്കുമ്പം നോക്കിയെടുക്കുക, അല്ലെങ്കിൽ ഫിറ്റ് കറക്റ്റ് നമുക്ക് ഇതാവില്ല, ഒരു റിലാക്സ്ഡ് ഫിറ്റിൽ വരില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്ട്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 400 സംതിങ്ങേ വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് നല്ല വേർത്തായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്ന നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ആണ്. ഒരു കഫ്താൻ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ലോങ് ഡ്രസ്സ്, ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ്. അതിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ സ്ലീവ്സ് കുറച്ചും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ള. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ലോങ് ഡ്രസ്സസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മോഡസ്റ്റ് വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലോങ് ഡ്രസ്സാണ് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് നെക്ക് ഇതാ ഇതുപോലെ വി നെക്കായിട്ട് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഇന്നർ ടോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആയിരിക്കും, നല്ല ഒരു ലുക്ക് കിട്ടും കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അങ്ങനെ വേണം നിങ്ങളിത് വെയർ ചെയ്യാൻ കേട്ടോ. പിന്നെ അതുപോലെ അതായത് ഹൈനെക്കിൽ വരുന്നത്, അപ്പോൾ കുറച്ചും കൂടെ നല്ല സ്റ്റൈലായി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ എന്താ 2 സൈഡിലും ഇതുപോലെ കുറച്ച് ലോങ് ആയിട്ടുള്ള ഈ ഒരു സ്ലിറ്റും വരുന്നുണ്ട്. അതുപോലെ നല്ല സ്റ്റൈലിഷ് ലുക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷർട്ട് ഡ്രസ്സോ ലോങ് ഡ്രസ്സൊക്കെ ആയിട്ട് പറയാം നിങ്ങൾക്ക്. അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതാ ഇതുപോലെ ആട്ടോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. നല്ല നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ആൻഡ്
അടിപൊളിയായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തപ്പോൾ ലാർജ് സൈസ് മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ലാർജിന് അത്യാവശ്യം നല്ലൊരു ലൂസ് ഫിറ്റിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഇനി ഫ്രീ സൈസ് ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, ഫ്രീ സൈസ് ഉണ്ടോ എന്നല്ല. അപ്പം ലാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് ലിങ്ക് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഏതൊക്കെ സൈസസ് അവൈലബിൾ ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ മോഡസ്റ്റ് വെയേഴ്സൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഷർട്ട് ഡ്രസ്സായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് 700 സംതിങ് ആണ്. ആ ഒരു പ്രൈസ് അത്യാവശ്യം കുറച്ചൊരു പ്രൈസ് വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര പ്രൈസിയൊന്നും അല്ല. 700 സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് നല്ല വേർത്തായിരിക്കും കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്, നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് കാണിക്കുന്നത് ഞാനൊരു ഷർട്ട് ഡ്രസ്സാണ്. ഒരു റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. നല്ലൊരു വൈറ്റ് ആൻഡ് കോഫി ബ്രൗൺ കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ കോളർ വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഇതുപോലെയാണ്. നല്ലൊരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് നല്ല ലൂസ് ആൻഡ് റിലാക്സ്ഡ് ഫിറ്റിൽ വന്നിട്ടുള്ള കേട്ടോ. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ള എക്സലാണ്. എക്സൽ എനിക്ക് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 1 സൈസ് അപ്പം കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് 2XL വേണമായിരുന്നു തോന്നുന്നു കേട്ടോ. കുറച്ചൊരു ലൂസ് ഫിറ്റിൽ വേണം, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ബട്ട് എനിക്ക് തോന്നുന്നു 2XL എടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഇത് റെഗുലർ ഫിറ്റിൽ വരുന്നതാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ 2XL ആയിരിക്കും എനിക്ക് കുറച്ചും കൂടെ ഓക്കെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയെടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. നല്ല കംഫർട്ടബിളാണ്, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഈ ഒരു സമ്മർ സീസണിലൊക്കെ. അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് കാണിക്കുന്ന ഒരു ഹിജാബാണ്. ഒരു നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള, നല്ല ഡാർക്ക് റെഡ് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഹിജാബാണ്. ഞാനിതൊരു വീഡിയോയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ അതിന് മുന്നേ മീഷോന്ന് ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള ഹിജാബ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് ജേഴ്സി ഹിജാബ് പോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മീൻസ് ഇതെനിക്ക് കുറച്ചും കൂടെ ഭയങ്കര കട്ടി പോലെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഈ ഒരു വെയർ ചെയ്തിരിക്കുന്ന ജേഴ്സി ഹിജാബിൻ്റെ ഒന്നും ആ ഒരു കംഫർട്ടബിൾ എനിക്ക് തോന്നിയില്ല, എനിക്ക് ഇഷ്ടമായില്ല. അത് ശരിക്കും ജേഴ്സി ഹിജാബാണോ ചോദിച്ചാൽ ആ ഒരു മെറ്റീരിയലൊക്കെ തന്നെ, പക്ഷെ അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നമ്മൾ നോർമൽ വാങ്ങുന്ന ജേഴ്സി ഹിജാബിൻ്റെ പോലെയല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണേൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതൊരു ഹിജാബ്, ഇത് ഞാനൊരു സ്റ്റൈലിംഗ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചിരുന്നത് ഒരു ബാഗാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ബാഗാണ്. ആനിമൽ പ്രിന്റിൽ വന്നിട്ടുള്ള ഈ ഒരു ബാഗ് കേട്ടോ. ഭയങ്കര അടിപൊളിയാട്ടോ. ജസ്റ്റ് 200 സംതിങ് ഉള്ളൂ ഇതിൻ്റെ പ്രൈസ്. ഇതും ഞാനൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ട്രൈ ആക്കിയിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ള കേട്ടോ. അതിൻ്റെ ഒരു ഗ്ലേസിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു സിബ് വന്നിട്ടുണ്ട്. ഇങ്ങനൊരു സിബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലൊരു ഈ ഒരു സിബ് നമുക്ക് ഷോൾഡർ ബാഗായിട്ട് കാഷ്വൽ വെയറിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആനിമൽ പ്രിന്റിലൊക്കെ വന്നിട്ടുള്ള ഒരു ബാഗാട്ടോ. ജസ്റ്റ് 200 സംതിങ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിനൊക്കെ ഭയങ്കര വേർത്താണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ബാഗൊക്കെ മീഷോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ബാഗ്സൊക്കെ ചിലതൊക്കെ മീഷോ തന്നെയാണെന്ന് തോന്നില്ല കേട്ടോ. നമുക്ക് അത്രയും നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു സ്റ്റൈലിംഗ് വീഡിയോക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആനിമൽ പ്രിന്റിൽ വന്നിട്ട് ബാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കാണിച്ചിരുന്നൊരു ആനിമൽ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ഹിജാബാണ് കേട്ടോ. ഇത് നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷെ ഇതെനിക്ക് ഞാൻ ഓർഡർ ചെയ്തപ്പം ഈ ഒരു കളറല്ല, കുറച്ചും കൂടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളറായിരുന്നു ഞാൻ ഓർഡർ ചെയ്തപ്പോൾ. എനിക്ക് കിട്ടിയപ്പോൾ ബ്ലാക്കും വൈറ്റും ബ്രൗണൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് വീഡിയോയിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഹിജാബ്സ് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ചില കളേഴ്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനത്തെ ആനിമൽ പ്രിൻ്റ് ആയിട്ടുള്ള ഷർട്ട്സ്, അതായത് ജീൻസിൻ്റെ ഇതുപോലെ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഹിജാബ്. ബട്ട് എനിക്കിത് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ തലയിൽ അങ്ങനെ അത്ര ഇങ്ങനെ നിൽക്കില്ല. നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. റോൾ ചെയ്യുമ്പോഴൊക്കെ എന്തൊക്കെ അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. നല്ല വീതിയിലാണ് വന്നിട്ടുള്ളത്. ലെങ്ത്ത് കുറച്ച് കുറവ്, ലെങ്ത്ത് ഉണ്ട്, ബട്ട് നമുക്ക് കുറച്ചും കൂടെ നോർമലി കുറച്ചും കൂടെ ലെങ്ത്ത് വേണമായിരുന്നു കേട്ടോ. ബട്ട് നല്ല വീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഹിജാബൊക്കെ ചിലപ്പോൾ മീഷോയിൽ കണ്ടിട്ടുണ്ട്, അതൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതിനുവേണ്ടി മാത്രമായിട്ട് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ എനിക്ക് അത്ര ഇട്ടിട്ട് അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത് നമ്മളെ തലയിൽ നിൽക്കില്ല. പിന്നെ ഒരു ക്യാപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചുറ്റി കുറച്ചും കൂടെ അങ്ങനെ നിൽക്കുമ്പോൾ പക്ഷേ നല്ലൊരു പൊന്തി നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. വേറൊരു മെറ്റീരിയലായിരുന്നു, കുറച്ചും കൂടെ ഇതായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടൊരു മെറ്റീരിയലാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ബട്ട് ഇതല്ല കേട്ടോ. ട്രൈ ആക്കിയപ്പോൾ എനിക്ക് ഒന്ന് വേറെ പ്രൊഡക്റ്റ് അങ്ങനെ എന്തോ വന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഹിജാബ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം.
അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്നത് ഒരു ഹീൽസ് ആണ് കേട്ടോ. ഒരു നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഹീൽസ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ബട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ ഒരു ഹീൽസ് കണ്ടപ്പം? അപ്പോൾ എനിക്ക് വേറെ ചെയ്തപ്പോൾ മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ഒരു കാലിലിടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഹീൽസ് വന്നിട്ട് രണ്ടും ഒരു സെയിം കാലിടുന്നതെന്ന് തോന്നുന്നു. മാറി വന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഹീൽസ് ആണ്. ഇതിൻ്റെ ഒരു ഇതൊക്കെ നോക്കിയ ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ആട്ടോ വന്നിട്ടുള്ളത്. ഹീൽസ് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ. ബ്ലോക്ക് ഹീൽസ് ആണ് വന്നിട്ടുള്ളത്. കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്കൊന്നു 500-ൻ്റെ ഉള്ളിലാണ് തോന്നുന്നുണ്ട് പ്രൈസ്. ആ ഒരു പ്രൈസിന് നല്ല വേർത്ത് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹീൽസ് ആണ്. അത്യാവശ്യം നല്ല ഹീലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹീൽസൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ള ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ട്. പക്ഷെ ഇത് രണ്ടും സെയിം കാലിലാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് ഇങ്ങനെ വരുമ്പോൾ എനിക്കൊന്ന് മാറി വന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹീൽസാണ്. ഞാൻ സ്റ്റൈലിംഗ് വീഡിയോക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മീഷോ ഹോൾ വീഡിയോ. ഞാൻ കുറച്ചധികം പ്രൊഡക്ട്സ് കാണിച്ചിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് DM ലിങ്ക് വരും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.